എല്ലാം നശിപ്പിച്ചു. കൊച്ച വെറുതെ സ്വഭാവം മാറ്റരുത്. നിൽക്കാനാ പറഞ്ഞത്. പൊട്ടിക്കേ, എല്ലാം എറിഞ്ഞു പൊട്ടിക്കേ. ആ പുന്നാരി തള്ള വന്ന് കാണട്ടെ. ഇത് ചിക്കുന്റെ വീടാ. ഇതൊക്കെ ചിക്കുന്റെ മാമയുടെ സാധനങ്ങളാ. പൊട്ടിച്ച് പപ്പിനിക്കെന്താ? ചെറിയ വായ കൊണ്ട് വലിയ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. പപ്പിനി കുപ്പിനി അക്കി ലേഡി മങ്കി. മങ്കി എന്നാ അവിടെ? ഇന്ന് ഞാൻ പപ്പിനെ എടുത്താ നിന്റെ കളി. നിന്നെ നിന്നെ ഇന്ന് ഞാൻ അടിച്ച് തോടിയാ പൊട്ടിക്കും. പപ്പിനി ഈ പപ്പിനി ചീത്തയാ. ചിക്കുനെ ഒത്തിരി തള്ളി. എന്താ പത്മിനി ഇത്? ഇങ്ങനെയാണ് കുട്ടിയെ നോക്കുന്നത്? കുട്ടിയോ? ഇത് പിശാചാ. പത്മിനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുട്ടിയെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതിനാണോ കുറ്റം? രാവിലെ മുതൽ ഇവിടെ എന്തെല്ലാം വികൃതികളാ കാണിച്ചിരിക്കുന്നത് നോക്കിയേ. എന്താ മോളെ ഇത്? ഇനി ഇങ്ങനെ ചെയ്യൂ? കണ്ടോ കണ്ടോ, കള്ളം നോട്ടം. കാഴ്ച ബംഗ്ലാവിലെ കടുവാ കുട്ടി വളർത്താൻ പോലും ഇത്രയും പാടില്ല. പത്മിനിക്ക് പറ്റില്ലെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? മൂളുവോ? മുത്തശ്ശ, എന്ത് പറ്റി മുത്തശ്ശ? അല്ല, അനുമോള് വന്നോ? എന്തിനാ മുത്തശ്ശ ഇതിന്റെ മേലൊക്കെ പിടിച്ചു കയറാൻ പോയത്? ഞാൻ എന്റെ മരുന്ന് തപ്പുകയായിരുന്നു മോളെ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? വന്ന് വന്ന് ചിക്കുനേക്കാൾ കഷ്ടമായിരിക്കുക ഈ മുത്തശ്ശന്റെ കാര്യം. അത് നേരാ, ഞാനും അവളും ഒരേ പ്രായമല്ലേ. ഇത് കണ്ടോ കുഞ്ഞാ കൊച്ചു കാണിച്ചത്? ഞാൻ പോവുക. ഇതുപോലെ മൂന്നാലെണ്ണം എനിക്കും ഉണ്ട്. കൊച്ചിനെന്തെങ്കിലും കയ്യപ്പത്തം പറ്റിയാലേ അതിനൊക്കെ തള്ളയില്ലാതാവൂ. പത്മിനി, പത്മിനി, പത്മിനി. എന്താ മോളെ ഇത്? സോറി മമ്മ. Good evening. Yes, good evening. I am Prakash Menon from Trivandrum. Room book ചെയ്തിരുന്നു. Just a minute. Room number 405. Thank you. ബോയ് വിട്ട് വണ്ടിയിലുള്ള ലഗേജ് ഒക്കെ ഒന്നിരിപ്പിച്ചേ. Okay, sir. പ്രകാശ് മേനോൻ, പ്രകാശ് മേനോൻ എന്ത് പറഞ്ഞാലും ഒരു പ്രകാശ് മേനോൻ. അയാൾ വലിയ കേമനായിരിക്കും, ജീനിയസ് ആയിരിക്കും. പക്ഷെ ഞാൻ ഈ കമ്പനിയിലെ ചീഫ് ആർക്കിടെക്ട് ആണ്. ഐ ടു ഡിസർവ് ദ സെയിം ഓണർ. അനു, ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. ഇതൊരു തരം പ്രൊഫഷണൽ ജലസിയാണ്. അല്ല സർ, എന്റെ പ്രോബ്ലം സാർ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാൽ. പ്രകാശ് മേനോൻ ബാച്ചിലർ അല്ലേ സർ? അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവാമല്ലോ. പക്ഷേ അയാളെ ഇവിടെ വരുത്തേണ്ടത് എന്റെ ആവശ്യമാണ്. എനിക്കറിയാവോ, തിരുവനന്തപുരം ബ്രാഞ്ച് ഒരിക്കൽ അടച്ചു പൂട്ടാൻ വരെ കമ്പനി തീരുമാനിച്ചതാ. അത്രയ്ക്ക് ഡൗൺ ആയിരുന്നു. പ്രകാശ് മേനൻ 2 വർഷം അവിടെ ഇരുന്നേ ഉള്ളൂ. Now it has become one of our best branches. ഒരു ജനറൽ ട്രാൻസ്ഫർ തീരുമാനിച്ചപ്പോ പ്രകാശ് മേനൻ തിരുവനന്തപുരം വിട്ട് വരില്ലെന്നാണ് കരുതിയത്. പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് കൊച്ചി അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണത്രേ. അതെന്റെ ഭാഗ്യം. പ്രകാശ് മേനോനുമായി നേരിട്ടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ആളാ. എങ്ങനെയാ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാ? റിക്വസ്റ്റ് ചെയ്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കുവൈറ്റിലെ മുസാഫിർ കോംപ്ലക്സിന്റെ മേൽനോട്ടം പുള്ളിയെ തന്നെ ഏൽപ്പിക്കണമെന്നല്ലേ MD പറഞ്ഞത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ലേ? അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാവും. എന്ത് കോംപ്ലിക്കേഷൻ? ഐ ഹാവ് കോൺഫിഡൻസ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ഇറ്റ്. യെസ്, ഐ വിൽ പ്രൂവ് ഇറ്റ്. അതെന്റെ ഒരു വാശിയാണ്. എന്താ അമ്മേ? നീലഗിരി വണ്ടർ മാറ്റിക്ക് എന്തിയാടാ? അത് ഇവിടുത്തെ തണ്ടർ ബോയ്സ് അടിച്ചു മാറ്റി കാണത്തില്ല. അല്ല, ഈ സിറ്റിയിലെ കള്ളന്മാർക്ക് ഇപ്പൊ സ്വർണ്ണ ഓർണമെന്റ്സ് ഒന്നും വേണ്ട അമ്മേ. ഇതുപോലത്തെ ചൊറിയണോ ഓർക്കിട്ടൊക്കെ മതി. എന്റെ കർത്താവേ, എന്നാ വില കൊടുത്ത് വെച്ച് മേടിച്ചതാ. ഇത് എന്റെ പട്ടിപ്പട ഇവിടെ ഉണ്ടായിട്ട് എന്നതാടാ ഒരു പ്രയോജനം? വിശക്കുമ്പോ കുറയ്ക്കുന്നുണ്ടല്ലോ. അല്ല, രാത്രിയിൽ പട്ടി അഴിച്ചു വിടരുതെന്ന് അമ്മാമല്ലേ പറഞ്ഞിട്ടുള്ളത്? അഴിച്ചു വിട്ടാ നേരം വെളുക്കുമ്പോ ഇവിടെ ചവിട്ടി മെതിച്ച് മൈതാനമാക്കും. എന്റെ കർത്താവേ, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
കൽക്കട്ടൊന്നും പൂനെന്നും ഒക്കെ വരുത്തി പാകിയ വിത്ത എല്ലാം ചവിട്ടി നശിപ്പിച്ച് നാശമാക്കി വിശേഷം പൊക്കോ അവിടുന്ന് പോ. കറിയച്ചൻ എന്തിയടാ അപ്പുറത്തിരുന്ന് പട്ടിയുടെ പേ നോക്കുന്നു നാശത്തിന് ഇനി ഞാൻ കൊല്ലി ഞാൻ എല്ലാത്തിനും അവിടെ നിന്നേ ഒരു കാര്യം ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഈ പട്ടിപ്രേമം നിർത്തണം അല്ലെങ്കിൽ എല്ലാത്തിനും കൊണ്ട് വേറെ എവിടെങ്കിലും മാറി താമസണം. ഇതിലും ഭേദം അതാ. നീ തുള്ളാതെ കാര്യം പറയണ്ടേ സാറാമേ. നിങ്ങൾ അങ്ങോട്ടൊന്നും നോക്കിയേ. ഞാൻ കൽക്കട്ടയെന്നും പൂനെന്നും ഒക്കെ വരുത്തി വിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കാണണമെങ്കിൽ. അല്ല സാറാമേ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് ആ സൂപ്രണ്ട് ഉദ്യോഗം നോക്കി നടന്നാ പോരെ? എന്തിനാ ഈ പൂക്കളും കായ്കളും കനികളും ഒക്കെ? ഞാനും എന്റെ പട്ടികളും സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഇപ്പൊ വലിച്ചെറിഞ്ഞ ആ പട്ടിയില്ലേ, അവൾ എവിടത്തേരെന്ന് അറിയോ? ജർമ്മൻകാരിയാ, അല്ലാതെ നിന്നെ പോലെ മഞ്ഞപ്പറക്കാരിയല്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ജർമ്മൻകാരി. എല്ലാത്തിനും ഞാൻ എലി വിഷമിച്ച് കൊല്ലും. എലി വിഷം തിന്നാ എലിയല്ലേ ചാവൂ. ചങ്കിക്കൊള്ള വർത്താനം പറയരുത് സാറാമേ. നിന്റെ ഈ 1.5 ചക്രത്തിന്റെ പൂവും പുഷ്പവും അല്ല ഇവന്മാര്. ഇലഞ്ഞിപ്പാറ ഈനാശുവിന്റെ കുടുംബം മുഴുവൻ തീരെ എഴുതി വിറ്റാലും ഇതിങ്ങടെ ഒരു പൂടയ്ക്ക് വില വരില്ല. ഇവന്റെ അപ്പന്റെ അപ്പൻ ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ പട്ടികളുടെ തറവാട്ട് മഹിമയെ പറ്റി നിനക്ക് എന്നാ മനസ്സിലാവാനാ? അത് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ എന്റെ അപ്പച്ചനെ അബദ്ധം പറ്റിയത്. ഈശോ മോശമേ. സാറാമേ, എന്താ നീ കാണിച്ചത്? ആ, എന്നാ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ പട്ടി അല്ലെങ്കിൽ നിന്റെ ചട്ടി. ആഹാ, ഒന്ന് ഞാൻ ശരി ഇനിയില്ലേ റോസോട് എന്താ സാറേ കാണിക്കുന്നേ? അത് താരയോട് പോയി ചോദിക്കണം. കൊണ്ട് വളർത്തി അയ്യോ, എന്റെ ചട്ടി. ഈശോ, കളയല്ലേ. എന്താ ഇത്? ഇവിടുത്തെ കൊച്ചമ്മക്ക് വട്ടി വേണമെന്ന് പറഞ്ഞിരുന്നു. വട്ടി ഇവിടെ ചട്ടിയും പട്ടിയും കൂടി പ്രശ്നമായിരിക്കുക. ഇയാളെന്താ ഊളം മാറുന്നത് കൊണ്ടാണോ? ഊളന്മാരെ നിന്നെ തന്ത ഞാൻ ചൂടായി നിൽക്കുന്ന പറയണ. ഞാൻ ചൂടായി നിൽക്കുന്ന പറയണ. നമ്മളിപ്പോ എന്താ ചെയ്ത് പറയണ? നമ്മളിപ്പോ എന്താ ചെയ്തേ? അപ്പൊ അത് ആദ്യം പറഞ്ഞു പട്ടി. അയ്യോ, ആ കുട്ടി പിശാച്ച് മീനെ കൊല്ലണേ. ഈ കുട്ടിയെ ഞാൻ താഴ്ത്തിട്ട് പൊട്ടിക്ക് ഞാൻ. എന്റെ കർത്താവ് ഇതിനകത്തകം പോയി കിടന്നു. അനു അങ്ങനെ കണ്ടോണ്ടെന്ന് എന്നെ വിചാരിക്കും. അനു എന്ത് വേണേ വിചാരിക്കട്ടെ. അങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിവാവൂലോ. ഇവിടെ പട്ടിയെ നോക്കാൻ നേരില്ല. അപ്പഴാ കണ്ടവന്റെ കുട്ടി. ചിക്കുമോളുടെ മമ്മ വരുന്നത് കണ്ടോ? എന്റെ ചിക്കുമോളെ നമുക്ക് മീനെ പിടിച്ച് കൊന്നു കളിക്കാം. മീൻ ചിരിക്കുന്നു. മീനെ പിടിച്ച് കൊന്നു കളിക്കാൻ മോളെ ഈ കരിയാങ്കിളിൽ ചിക്കുന് വേണ്ടത് കൈ. സാരമില്ല, നമുക്കേ കറിയാങ്കിളിനെ വെളിച്ചത്ത് കിടത്തി ഇരുട്ടത്ത് ചോറ് കൊടുക്കാം കേട്ടോ. പോട്ടെ, നമുക്ക് പോവാം മോളെ. ഞാൻ അപ്പോഴേ പറഞ്ഞത് കൊച്ചിനെ ഉപദ്രവിക്കരുത്. 405 റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കനറിയണം. ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ പുല്ലെ, വെള്ളടിച്ച വയറ്റി കിടക്കണം. ഇവിടെ വന്ന് എന്നെ നാറ്റിക്കേണ്ട ഭാവമെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. നീ എന്നോട് ഗെറ്റ് ഔട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി. നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി. നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. യു ആർ എ ഹിപ്പോക്രാറ്റ്. യു ആർ എ ബാസ്റ്റർഡ്, ഐ സേ. മുകുന്ദാ, മുകുന്ദാ,
എന്താ വലിപ്പഞ്ചിയാ വെള്ളം 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 ഇതല്ലടാ സ്മാള് സ്മാള് സ്മാളുതാ സ്മാളുതാ ഹലോ ആ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എനിക്കറിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച കാര്യം എന്റെ പറഞ്ഞു. ഫ്രൈഡേ വരാനിരുന്നതാ, പെട്ടെന്നൊരു ഇൻകം ടാക്സ് പ്രോബ്ലം. കുഴപ്പമില്ല, സോൾവ് ചെയ്തു. അതും ഞാൻ അറിഞ്ഞു. ആഹാ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ മുറയ്ക്ക് കളക്ട് ചെയ്യുന്നുണ്ടല്ലേ? കമാ. ആ അതെ, എന്തായി ഡെവലപ്മെന്റ്? റോഡിന് ഫേസ് ചെയ്യുന്ന പ്രൈം ഷോപ്സിനെ കുറിച്ചാ ഇപ്പൊ തർക്കം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇരു ഭാഗത്തു നിന്ന് എൻട്രൻസ് വേണമെന്നായിരുന്നു എന്റെ വാദം. എന്ത് കാര്യവും ഡിഫറന്റ് ആയി ചിന്തിക്കുന്ന ആളാണല്ലോ അനു. കോംപ്ലിമെന്റ് ആണോ? ഇറ്റ്സ് എ കംപ്ലൈന്റ്. തീരുമാനങ്ങളൊക്കെ അനുവിന് വിട്ടു വന്നിരിക്കുന്നു. എത്രയും വേഗം പണി തീർന്നു കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. അതിന് രാജ്യവും കൂടി വിചാരിക്കണം. എന്താ? എനിക്കൊരു ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്തേക്കാ. പക്ഷെ പോണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? MD നല്ല അടുപ്പത്തിലല്ലേ? രാജു എനിക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ പറയാം. അനു ഇവിടെ ഇരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ, എല്ലാ അർത്ഥത്തിലും. വീണ്ടും പുതിയ ഗ്ലാസ് വാങ്ങിയല്ലേ? കാർട്ടിയർ ആണല്ലോ, ഹൈലി എക്സ്പെൻസീവ്. പുതിയത് എന്ത് കണ്ടാലും എനിക്കൊരു ആർത്തിയാ. അത് കളർഫുൾ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് കൈക്കലാക്കും. പുണ്യം കൊണ്ട് വീണ് കിട്ടുന്ന ഒരു ജന്മം, അത് മാക്സിമം എൻജോയ് ചെയ്യാ. അല്ല ജീവിതത്തിൽ എന്താണ് ഒരു ത്രില്ല്? ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, രാജുവിന്റെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. സംതിങ് റെയർ. ഓ ഐ ആം സോറി. അനുവിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ സംതിങ് റെയർ. ഓ ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജു. വെൽക്കം. കസ്റ്റമേഴ്സിന്റെ ഓശാരങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്നാ കമ്പനിയുടെ നിയമം. ഒരു സസ്പെൻഷൻ ഇത്രയൊക്കെ മതി. ഓഹോ, അപ്പൊ അനു എന്നെ ഒരു കസ്റ്റമറായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ?